നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർച്ചനയുടെ ഈ സന്തോഷം കാണുമ്പോൾ പേടി തോന്നുന്നു. എനിക്കും അർച്ചനയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴുള്ള അവളുടെ സങ്കല്പമാണ് ഈ മോളിൽ അർച്ചന നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരമ്മയാകുക എന്ന അവളുടെ മനസ്സിന്റെ ആഗ്രഹം അത്രമേൽ അടങ്ങാത്തതാണ്. അനിയത്തിക്ക് കുഞ്ഞായി കഴിഞ്ഞു. തനിക്കില്ലാത്ത ആ ഭാഗ്യത്തെക്കുറിച്ച് ഇടയ്ക്കെങ്കിലും അർച്ചന ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും. ഇനിയുള്ള സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദേ നോക്കുമോളെ, വെല്ലിച്ചനെ കണ്ടോ? ഹായ് പറഞ്ഞേ. ഹായ് വെല്ലിച്ച. ഹായ്. വല്യമ്മ നന്നായി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പതാ കുളിപ്പിച്ച് പുത്തനുടുപ്പിട്ടതേ ഉള്ളൂ. കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ടു. ഇനി നമുക്ക് ഉറങ്ങാം അല്ലേ മോളെ? നമ്മൾ ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും വല്യച്ഛൻ ഓഫീസിൽ നിന്ന് വരണം. അത് പറയാനും കൂടിയാ വിളിച്ചത്. ഞാൻ വന്നതിന് ശേഷം പിന്നെ വല്യമ്മയ്ക്ക് റെസ്റ്റ്. ആഹാ, ഞാൻ ആർക്കും തരില്ല എന്റെ പൊന്നിന്. ഞാൻ തന്നെ നോക്കിക്കോളാം. ആതിരയുടെ കയ്യില് ഇടയ്ക്കെങ്കിലും ആ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കണേ. അവളുടെ അടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം തന്റെ അടുത്താണല്ലോ കുഞ്ഞ്. പ്രസവത്തോടു കൂടി ആതിരയുടെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ കഴിഞ്ഞു. ഇനി എന്റെയാ. ഞാൻ പൊന്നുപോലെ നോക്കി വളർത്തിക്കോളാം അല്ലേ മോളെ? കുറച്ചുകൂടി കഴിയുമ്പോ സച്ചേട്ട് നോക്കിക്കോ. എന്നെ വിട്ട് ഇവൾ എവിടെയും പോവില്ല. സ്വന്തം അമ്മയുടെ അടുത്തേക്ക് പോലും. കുഞ്ഞിന് ഒന്നും മനസ്സിലാവാനുള്ള പ്രായം ആയിട്ടില്ലെങ്കിലും ഇപ്പൊ ബുദ്ധിയിൽ ഉറക്കുന്നതൊക്കെ പിന്നീട് മൈൻഡിൽ സെറ്റായിട്ട് മാറും. കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോ അമ്മയിൽ നിന്നും മോൾ അകലാൻ തുടങ്ങും. അവസാനം ആതിരയ്ക്ക് തന്നെ തോന്നും ഇത് അവളുടെ കുഞ്ഞാണോ നമ്മുടെ കുഞ്ഞാണോ എന്ന്. എന്നാ വയ്ക്കട്ടെ സച്ചേട്ടാ, മൂക്ക് ഉറക്കം വരുന്നുണ്ട്. മരുന്ന് കൊടുത്തിട്ട് വേണം കിടത്താൻ. ദേ അല്ലിച്ചന് ടാറ്റ കൊടുത്തേ. ടാറ്റാ ടാറ്റ ടാറ്റാ. ആ, നമുക്ക് മരുന്ന് കുടിക്കാം. അവയ്ക്ക് ഉറങ്ങണ്ടേ, അവയ്ക്ക് ഉറങ്ങണ്ടേ.
അർച്ചനയുടെ ഈ സന്തോഷം കാണുമ്പോൾ പേടി തോന്നുന്നു. എനിക്കും അർച്ചനയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴുള്ള അവളുടെ സങ്കല്പമാണ് ഈ മോളിൽ അർച്ചന നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരമ്മയാകുക എന്ന അവളുടെ മനസ്സിന്റെ ആഗ്രഹം അത്രമേൽ അടങ്ങാത്തതാണ്. അനിയത്തിക്ക് കുഞ്ഞായി കഴിഞ്ഞു. തനിക്കില്ലാത്ത ആ ഭാഗ്യത്തെക്കുറിച്ച് ഇടയ്ക്കെങ്കിലും അർച്ചന ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും. ഇനിയുള്ള സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അർച്ചന അമ്മയാകില്ലെന്നുള്ള സത്യം ചിലപ്പോൾ ഞാൻ തന്നെ അവളോട് പറഞ്ഞു പോയിന്ന് വരും. അതുകൊണ്ട് സന്ധ്യ ഡോക്ടറിനെ ഉടനെ കണ്ട് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ സംസാരിക്കണം. അങ്കിൾ, മോളെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. വേറൊന്നുമല്ല, ജീവിതമാകുമ്പോ ചില ഇഷ്ടങ്ങളൊക്കെ നമുക്കുണ്ടായി എന്നും അത് നേടിയെടുക്കണമെന്നൊക്കെയുള്ള വാശിയും ഉണ്ടാവും. ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും പിന്നെയും അതോർത്തും അതിന്റെ ബാക്കിയായി ജീവിക്കുന്നതൊക്കെ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യോ. നമുക്ക് നമ്മളോട് തന്നെ വാശിയും ദേഷ്യവും ഒക്കെ തോന്നി തുടങ്ങിയാൽ പിന്നെ ജീവിതം അർത്ഥശൂന്യമായി പോവുകയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് മനസ്സിലായോ? മനസ്സിലായി അങ്കിൾ. ആരോടുമുള്ള ദേഷ്യത്തിലോ വാശിയിലോ അല്ല ഞാൻ. മറ്റൊരു വിവാഹത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് തൽക്കാലം ഞാൻ ആലോചിക്കുന്നില്ല. അത് അങ്കിള് പറഞ്ഞ ആ ഒരു കാരണം കൊണ്ടല്ല. നീയും സ്നേഹയൊക്കെ ഒരേ പ്രായമല്ലേ? അവളുടെ വിവാഹം ഉറപ്പിച്ചത് മുതൽ ഞാനിത് ആലോചിക്കുന്നതാ. നിങ്ങളെ വേർതിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. വിവാഹപ്രായമായിട്ടും നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഇവിടെ ആരും എടുക്കുന്നില്ല എന്ന് നിനക്കോ അവന്തിയേക്കോ തോന്നരുത് എന്ന് കരുതിയാ ചോദിച്ചത്. അങ്ങനൊരു തോന്നലില്ല അങ്കിൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.